എവരിവൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ MSc ഫസ്റ്റ് സെമിസ്റ്റർ പേപ്പർ ആയിട്ടുള്ള MNT005 കോംപ്ലക്സ് അനാലിസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സോ കോംപ്ലക്സ് അനാലിസിസ് പേപ്പറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്നൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ +1 മുതൽ പഠിക്കുന്നുണ്ട്. അതെന്താ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത്? A+IB ഫോമിലുള്ള നമ്പേഴ്സ് ആണ് അല്ലെ കോംപ്ലക്സ് നമ്പേഴ്സ്. വേർ I എന്തായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ്. ഈ I ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് അനാലിസിസിലെ സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ. ഈ ഐയുടെ മുകളിൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന വലിയൊരു മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ച് ആണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിഗ്രിക്ക് കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി നമ്മൾ ആ കാര്യങ്ങളും ഇവിടെ MSc നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഉള്ളവരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ലെവലുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഹയർ ലെവലിലോട്ട് കയറി പോകുന്നത്. സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൂൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് കോംപ്ലക്സ് അനാലിസിസ്. ഇത് ഒരു കംപ്ലീറ്റ്ലി തിയററ്റിക് പേപ്പർ അല്ല, തിയറിയും പ്രോബ്ലംസും ഒരുപോലെ ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോർ അടിക്കാണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ല, കോംപ്ലക്സ് അനാലിസിസ്. അപ്പൊ തുടങ്ങല്ലേ, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യം നോക്കാം. നമ്മുടെ ഹോൾ സിലബസ് 2 ബ്ലോക്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സോ ആ 2 ബ്ലോക്സ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. വെയർആസ് ബ്ലോക്ക് 2 ആപ്ലിക്കേഷൻസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്. അനലിറ്റിക് ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടൊരു ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേസ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ബ്ലോക്ക് 1 അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ആൻഡ് ദെൻ ഈ പഠിച്ച അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ഈ പേപ്പറിന് അണ്ടറിൽ 10 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് 6 യൂണിറ്റ്സ് വരുന്നത് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബാക്കി വരുന്ന 4 യൂണിറ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. എന്തൊക്കെയാണ് യൂണിറ്റ്സിന്റെ പേര് ആൻഡ് ഓരോ യൂണിറ്റിനും ഡിസ്കസ് ചെയ്യാനുള്ള സബ് ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1 6 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫംഗ്ഷൻസ്, അനലിറ്റിക് ഫംഗ്ഷൻസ്, എലിമെന്ററി ഫംഗ്ഷൻസ്, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ 1, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ 2, പവർ സീരീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 1 അതായത് ഇൻട്രൊഡക്ഷൻ ടു അനലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. നമ്മൾ ഓരോ യൂണിറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ആൻഡ് ബ്ലോക്ക് 2 നമുക്ക് റെസിഡ്യൂസ് ആൻഡ് ബോൾസ്, അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ, conformal mapping, applications of harmonic functions and conformal mapping of physical problems. അവസാനത്തെ 1-2 യൂണിറ്റ്സ് വളരെ ചെറിയ യൂണിറ്റ്സ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ യൂണിറ്റിനും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഓരോന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് എന്തൊക്കെയാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഹോൾ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ. അപ്പൊ ആദ്യത്തെ യൂണിറ്റിൽ കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ എല്ലാ യൂണിറ്റിലും നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ അവിടെ പറയും. പിന്നെ നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതിന്റെ ആൾജിബ്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ദെൻ ഫംഗ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ, കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അവിടെ നമ്മൾ ലിമിറ്റ്സ് പറയുന്നുണ്ട്, കോംപ്ലക്സ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് വേരിയബിളിന്റെ മാപ്പിംഗ്സ് പറയുന്നുണ്ട്, കണ്ടിന്യൂറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിലാണ്. കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പറയും. ദെൻ കംസ് യൂണിറ്റ് അനലിറ്റിക് ഫംഗ്ഷൻസ്. അനലിറ്റിക് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഡിഫറൻഷ്യബിലിറ്റി ആ കാര്യങ്ങളൊക്കെയാണ് അല്ലെ നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻസിൽ പറയുന്നത്. സോ ഇവിടെയും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക് പറയും. അത് കഴിഞ്ഞ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് പറയും. കോഷി റീമാൻ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിഗ്രിക്ക് ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ ഈ കോഷി റീമാൻ ഇക്വേഷൻസ് ഒക്കെ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ അനലിറ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. എലിമെന്ററി ഫംഗ്ഷൻസ്. ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്നു, കഴിഞ്ഞ് നമുക്ക് ഇവിടെ ട്രാൻസ്ഫോർമൽ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ അണ്ടറിൽ വരുന്നതാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. സോ ഇവരുടെയൊക്കെ കോംപ്ലക്സ് വേർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അടുത്ത വരുന്ന ടോപ്പിക്, which includes linear transformations. The transformation W is equal to 1/z. 1/z എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അതൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻസ്, മാപ്പിംഗ് ഓഫ് ദി അപ്പർ ഹാഫ് പ്ലെയിൻ, ട്രാൻസ്ഫോർമേഷൻ W is equal to sin. ഓരോ ടോപ്പിക്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സബ് ടോപ്പിക്സ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അടുത്ത യൂണിറ്റ് എന്താ? കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. ആക്ച്വലി ഒരു പ്രോബ്ലം ടൈപ്പ് ഏരിയാസ് ആണ് കേട്ടോ. അതായത് കൂടുതലും നമുക്ക് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതായത് തിയറിയേക്കാളും നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്കുള്ളത് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് റിയൽ വേരിയബിൾ, കോണ്ടൂർ ഇന്റഗ്രേഷൻ, ആന്റി ഡെറിവേറ്റീവ്സ്, അതായത് ഇന്റഗ്രേഷൻ അല്ലെ. ആൻഡ് ദെൻ കോഷി-ഗോസ്റ്റാക്ക് തിയറം, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിയറം. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെ പുതിയ എടുക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ 4th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനാണ്. ദെൻ കംസ് 5th യൂണിറ്റ്, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. കാരണം കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ചിലർക്കാരനല്ല, പെട്ടെന്ന് തീരുന്ന ഒരു സംഗതിയും അല്ല. സോ അത് നമുക്ക് 2 യൂണിറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ കോഷി ഇന്റഗ്രൽ ഫോർമുല പറയും, ഡെറിവേറ്റീവ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ, ലയോവില്ലി തിയറം ആൻഡ് ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര, ആൻഡ് ഫൈനലി മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ. ഇതൊക്കെ നമുക്ക് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. ഈ റിസൾട്ട്സ് ഒക്കെ പഠിക്കുന്നതോടുകൂടി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വേറെ റിസൾട്ട്സ് അറിയില്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലം വെച്ച് സ്റ്റക്ക് ആവുകയും ചെയ്യും. ഇത് എങ്ങനെയാ ചെയ്യുക എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം സാധാരണ നമ്മുടെ റിയലിൽ ചെയ്യുന്ന ഇന്റഗ്രേഷൻ പോലെ നമുക്കിങ്ങനെ തോന്നിയ പോലെ അതും ഇതും ഒക്കെ ചെയ്ത് നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. അത് അതിൻ്റെതായ മെത്തേഡ്സ് ഉണ്ട്, രീതികളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ തിയറി ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്? ഓക്കെ, അപ്പൊ അടുത്ത യൂണിറ്റ് നോക്കാം, പവർ സീരീസ്. നമ്മുടെ ബ്ലോക്ക് 1ലെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പവർ സീരീസ് ആണ്. പവർ സീരീസിൽ നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നുണ്ട്. ടൈലർ സീരീസ്, ലോറൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സീരീസ് എക്സ്പാൻഷൻസ് ആണ്. ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഫൈനലി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് പവർ സീരീസ്. ആക്ച്വലി കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, പവർ സീരീസ്, ഇതൊക്കെ നെറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. CSIR നെറ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയാസ് ആണ് ഈ പവർ സീരീസും അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. ഇനി നമുക്ക് ബ്ലോക്ക് 2ലെ ടോപ്പിക്സിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് യൂണിറ്റ് 7ൽ ആദ്യം പറയുന്നത് റെസിഡ്യൂസ് ആൻഡ് ഹോൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഇവിടെ വരുന്നത് സിംഗുലാരിറ്റീസ് ആൻഡ് സീറോസ്. അതിൽ തന്നെ സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്. സിംഗുലാരിറ്റീസ് ഒരു 3 തരം ഉണ്ട്. ദേ ആർ പോൾസ്, എസെൻഷ്യൽ സിംഗുലാരിറ്റീസ്, റിമൂവബിൾ സിംഗുലാരിറ്റീസ്. സോ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് റെസിഡ്യൂസ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ റെസിഡ്യൂസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കോഷീസ് റെസിഡ്യൂ തിയറം പഠിക്കാനുണ്ട്. ഇതും നെറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഈ ഏരിയാസും പിന്നീട് ആവശ്യം വരുന്ന ഏരിയാസ് ആണ്. സോ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ച് അങ്ങനെ തന്നെ മറന്നു കളയരുത്. കാരണം ഇത് ലോങ് ടേമിൽ നമുക്ക് ഇനി ഒരു ഹയർ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. സോ നെക്സ്റ്റ് കംസ് അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ. അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പർ ഡെഫിനറ്റ് ഇന്റഗ്രൽസ്, ഇംപ്രോപ്പർ ഡെഫിനറ്റ് ഇന്റഗ്രൽസ്. സോ റിയലിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് പഠിക്കാനുണ്ട്. സോ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഇൻവോൾവിംഗ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഇന്റൻഡഡ് കോണ്ടൂർ ഇന്റഗ്രൽസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 9ൽ നമുക്ക് കൺഫോമൽ മാപ്പിംഗ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് കൺഫോമാലിറ്റി, എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻസ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. അവസാനത്തെ യൂണിറ്റ് വരുന്നത് ഈ 2 യൂണിറ്റ് ചെറുതാണ്, അപ്ലിക്കേഷൻസ് ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻസ് ആൻഡ് കൺഫോമൽ മാപ്പിംഗ് ഓഫ് ഫിസിക്കൽ പ്രോബ്ലംസ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവില്ല, ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത് അല്ലേ. സോ അത് തീർക്കാനുള്ള യൂണിറ്റ് ആണ്. അതായത് ഈ പറയുന്ന ഹാർമോണിക് ഫംഗ്ഷൻസിന്റെയും കൺഫോമൽ മാപ്പിംഗിന്റെയും ഒക്കെ എന്താ പറയാ ആപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ഫിസിക്കൽ പ്രോബ്ലംസിൽ ഇത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. സോ അപ്ലിക്കേഷൻസ് ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻസ്, അപ്ലിക്കേഷൻസ് ഓഫ് കൺഫോമൽ മാപ്പ്, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 10ൽ പറയാൻ. സോ നല്ല സിലബസ് ആണ്, കാരണം തിയറീസും അത്യാവശ്യം പ്രോബ്ലംസും പഠിച്ച തിയറീസിന്റെ അത്യാവശ്യം അപ്ലിക്കേഷൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ട് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു പേപ്പറാണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നന്നായിട്ട് അതായത് സമയമെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നു, അതായത് സോഫ്റ്റ് കോപ്പി ഉണ്ടാവും വിചാരിക്കുന്നു, സൈറ്റിൽ അവൈലബിൾ ആണ്. PYQസും സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ റെഫർ ചെയ്യാം. സോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ചെയ്ത പ്രോബ്ലംസ് കൂടാതെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്ത് നോക്കുക, എക്സസൈസിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അതൊക്കെ ചെയ്തു നോക്കുക. നിങ്ങൾക്കറിയാം മാത്സ് ആണ്, MSCക്കാരാണ്, അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം എന്തായാലും നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ നെറ്റിനടക്കം നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിൽ ഓരോ യൂണിറ്റിൽ ടോപ്പിക് വൈസ് വീഡിയോസ് ചെയ്ത് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട്.
അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. ഈ ഒരു പേപ്പറിന്റെ മോഡ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെറും തിയറി പ്ലസ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.